ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്, അങ്ങനെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ബാലൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. താൻ കൂടി കാരണമാണല്ലോ മീനാക്ഷിയുടെ ആ ഒരു പേപ്പർ കീറിപ്പോയതെന്നുള്ള പറഞ്ഞ ഒരു കുറ്റബോധമായിട്ട് ബാലന. അതേസമയം ദേവി ശരിക്കും പറഞ്ഞാൽ ബാലൻ അവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബാലച്ച ഇപ്പൊ തെറ്റുകാർ നമ്മൾ രണ്ടുപേരാണ്. അങ്ങനെ ദേവി പറഞ്ഞിട്ടാണ് ബാലനും കൂടി തെറ്റുകാരനാണെന്ന് ബാലനെ തോന്നി തുടങ്ങിയത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ബാലൻ ഇന്ന് പറയുന്നുണ്ട്, ഇന്ന് എന്താണ് നമ്മുടെ കടയിൽ നിന്ന് വരുന്ന സമയത്ത് മീനാക്ഷിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാ പതിവില്ലാതെ സ്വീറ്റ്സും കാര്യങ്ങളും കൊണ്ടുവന്നത്, അച്ഛന്റെ സ്വഭാവത്തിലേക്ക് ഒരു മാറ്റം പോലെ എന്ന് മീനാക്ഷി പറയുമ്പോ, എനിക്കോ മാറ്റോ ഒന്നുമില്ല മോളെ, നീ സ്വീറ്റ് കഴിക്ക് എന്ന് പറയാണ്. എനിക്ക് വേണ്ടച്ച, മനസ്സിനൊരു സമാധാനം ഇല്ല. അപ്പൊ ബാലൻ ചോദിക്കുന്നുണ്ട് മീനാക്ഷി അടുത്ത്, അല്ല മോളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ പേപ്പർ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കോ എന്ന് ചോദിക്കുമ്പോ മീനാക്ഷി പറഞ്ഞ, അച്ഛൻ എന്ത് ചോദ്യം ചോദിക്കണത്, പ്രധാനമന്ത്രി ഒപ്പിട്ട പേപ്പർ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമല്ലേ അച്ഛാ. അപ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട്, മീനാക്ഷിയുടെ ജോലിനെ വരെ ബാധിക്കോ അച്ഛാന്ന് പറയാണ്. അയ്യോ മോളുടെ ജോലിനെ ബാധിക്കോ, പിന്നെ അല്ലാതെ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ്, ഇന്ന് പ്രസന്റ് ചെയ്യേണ്ട ഫയലാണ്, അത് എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴേക്കും എല്ലാരും കൂടി ഇപ്പൊ എന്നെ ആയിരിക്കും കുറ്റപ്പെടുത്തുക, ചിലപ്പോ എനിക്ക് ജോലി തന്നെ നഷ്ടപ്പെടുമെന്ന് പറയാണ്. എല്ലാം മോളെ, നമുക്ക് മുഖ്യമന്ത്രി നേരിട്ട് പോയി കണ്ടിട്ട് സംസാരിച്ച ഈ പ്രശ്നം സോൾവ് ആവില്ലേ. അച്ഛൻ എന്താ പറഞ്ഞത്, മുഖ്യമന്ത്രി അങ്ങനെ നേരിട്ട് പോയി കാണാൻ പറ്റുമോ, അദ്ദേഹം ഒരു സാധാരണക്കാരനാണോ അങ്ങനെ പോയി കാണാനൊക്കെ. അതൊന്നും നടക്കില്ല. എത്ര നാള് പുറകെ നടന്നിട്ടാന്നറിയാവോ ഈ ഒരു ഓർഡർ തന്നെ കിട്ടിയത്. അതാ ഞാൻ കാണുന്നെങ്കിൽ നഷ്ടപ്പെട്ടു പോയെന്ന് ആലോചിക്കുമ്പോഴാണ്, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് നഷ്ടപ്പെട്ടു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ വരുമെന്ന് അറിയില്ല, ചിലപ്പോൾ ഞാൻ മനഃപൂർവ്വം മുക്കിയതാണെന്ന് വേണമെങ്കിൽ പറയും എന്ന് പറയാണ്. അപ്പൊ ബാലൻ പറയണ്ട, മോളെ അതൊക്കെ എന്ത് വർത്താനാണ് മോളെ, മോളൊരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ. അത് അച്ഛനും ഈ വീട്ടിലെല്ലാവർക്കും എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, പക്ഷെ മറ്റുള്ളവർ അങ്ങനെ അറിയില്ലല്ലോ. ചിലപ്പോ ഞാൻ വല്ല ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് കോഴ മേടിച്ചിട്ട് മുക്കിയതാണോ, അങ്ങനെ പല കാര്യങ്ങളും വരാം, എനിക്കറിയില്ല. ഇനി ഞാൻ അവിടെ പോവാതിരിക്കണേ നല്ലത്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞ, മോളെ നീ ഇങ്ങനെ പോവാതിരിക്കില്ല, നീ എന്തായാലും പോണ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, മോളുടെ കൂടെ ഈ അച്ഛനുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ ആകാശൊക്കെ ഞെട്ടിപ്പോണം, ഈ അച്ഛനിത് എന്ത് പറ്റി, സാധാരണ ഇങ്ങനത്തെ കേസിലൊന്നും ഇത്ര ആത്മവിശ്വാസം കൊടുക്കാത്തയാണല്ലോ എന്ന് പറയാണ്. അപ്പൊ മീനാക്ഷി പറഞ്ഞ, അച്ഛ വളരെ നന്ദിയുണ്ട്, സാധാരണ ഇങ്ങനത്തെ ഒരു സമയത്ത് സത്യം പറഞ്ഞാലും എല്ലാവരും എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യേണ്ടത്, പക്ഷെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് അച്ഛൻ തന്നെയാണ്, അതിലൊരു സംശയം, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയാണ്. മോളെ നീ വിഷമിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും വഴി കാണാം, ഞാൻ എനിക്ക് പരിചയമുള്ള ആർക്കെങ്കിലൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. രാത്രി ഒന്നും ബാലൻ ഉറങ്ങുന്നേ ഇല്ല കേട്ടോ. അപ്പൊ ഗോമതി ചോദിക്കുന്നുണ്ട്, ബാലേട്ട നിങ്ങൾക്ക് ഇത് എന്തു പറ്റി, നിങ്ങൾക്ക് ആകെ ഒരു ടെൻഷനും വെപ്രാളവും ഒക്കെ ഉണ്ടല്ലോ, ദേവി മോൾക്കും അങ്ങനെ തന്നെയാണ്, നിങ്ങൾ ആ പേപ്പർ കാണുകയോ എന്തിനും ഉണ്ടായിരുന്നോ? ഞാനോ, എനിക്ക് അറിയാൻ കൂടി പാടില്ല ആ പേപ്പർ, അതന്നെയാ ചോദിച്ചത്, നിങ്ങളെ കണ്ടിട്ട് എങ്ങനെ അബദ്ധവശാൽ നിങ്ങൾ കളഞ്ഞോ എന്തെങ്കിലും ചെയ്തു, വേസ്റ്റിൽ എങ്ങനെ ഇട്ടോ ബാലേട്ടാ, വേറെ ആർക്കും പറയില്ലെങ്കിൽ എന്നോട് സത്യം പറ ബാലേട്ടാ എന്ന് പറയാണ്. ഇല്ല ഗോമതി, അങ്ങനെ ഒന്നും ഇല്ല, ഞാനെന്തിനാ നിന്നോട് കള്ളം പറയണത്, അങ്ങനെ ഒന്നും ഇല്ല ഗോമതി എന്ന് പറയാണ്. അപ്പൊ ഗോമതി പറയണ്ട, ഇല്ല ബാലേട്ടനെ പഴയ പോലെ അല്ല, എന്തോ ഒരു മാറ്റം പോലെ എനിക്കും തോന്നുന്നുണ്ടെന്ന് പറയണം. എന്റെ ഗോമതി നീ കിടന്ന് ഉറങ്ങാൻ നോക്കി, ഞാൻ മീനാക്ഷി മോളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു പോയതാണ്, നോക്കട്ടെ നാളെ ആർക്കെങ്കിലും പരിചയക്കാർ സംസാരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, ഞാൻ വിചാരിച്ച ചില കാര്യങ്ങളൊക്കെ പറ്റും എന്നൊക്കെ ബാലൻ പറയുന്നുണ്ട്. അങ്ങനെ ആ പേപ്പർ പ്രസന്റ് ചെയ്യേണ്ട ദിവസമാണെങ്കിലും നമ്മുടെ മീനാക്ഷിക്ക് ആ പേപ്പർ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ മീനാക്ഷിക്ക് ഭയങ്കര പ്രശ്നമാണ്. മീനാക്ഷിക്ക് ആണെങ്കിൽ ഫോണിൽ ഇങ്ങനെ മെയിലൊക്കെ വരുന്നുണ്ട്, ജോലിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിടുവാണ്, ഈ പേപ്പർ ഇത്ര ദിവസം 2 ദിവസം സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നൊക്കെ പറയണം. അപ്പൊ കുറെ പേര് ഇങ്ങനെ മീനാക്ഷിയെ കുറിച്ച് അപവാദമൊക്കെ എഴുതി വെക്കുവാട്ടോ, ഇങ്ങനെ മറ്റു കോഴ മേടിച്ചിട്ട് ആ പേപ്പർ മുക്കിയതാണ്, ആ സാധനം മുക്കിയതാണ്, ബട്ട് പല മോശമായിട്ട് രീതിയിലൊക്കെയാണ് പറഞ്ഞു പരത്തുന്നത്. പത്രത്തിലും ടിവിയിലൊക്കെ ഈ ന്യൂസ് വരുന്നുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണെന്ന് അപ്പോഴാണ് ബാലനെ മനസ്സിലാവുന്നത്. ഈശ്വര, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ ആ ദേവിമോളുടെ അശ്രദ്ധ മൂലം ഇങ്ങനെ പറ്റിയത്, ഇതാരെങ്കിലും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, മീനാക്ഷി ഒരിക്കലും സഹിക്കില്ല, ക്ഷമിക്കൂല എന്നൊക്കെ ബാലൻ ആകെ ടെൻഷനാവാണ്. അങ്ങനെ അപ്പൊ ഇവിടുത്തെ സംഭവത്തില് ഓഫീസിലൊക്കെ ഇങ്ങനെ കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനെ ചൊല്ലിട്ട്. അപ്പൊ അതിന്റെ ഒരു തെളിവെടുപ്പിനും അതുപോലെ അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യലിന്റെ ഭാഗമായിട്ട് പോലീസ് നമ്മുടെ ദേവമംഗലത്തേക്ക് വരുന്നുണ്ട്. മീനാക്ഷി ഈ ഫയൽ എങ്ങനെയാ നഷ്ടപ്പെട്ടത്, ഈ ഫയലിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടി പോലീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആരെ അറസ്റ്റ് ചെയ്യാനൊന്നല്ല, ഇങ്ങനെ ജസ്റ്റ് വരുന്നു. അപ്പൊ മീനാക്ഷി പറഞ്ഞിട്ട് എനിക്ക് അറിയില്ല. അപ്പൊ പോലീസ് വരുമ്പോൾ മീനാക്ഷി പറഞ്ഞിട്ട് എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ രാത്രി ഇങ്ങനെ റെഫർ ചെയ്തിട്ട് ഈ മേശപ്പുറത്ത് വെച്ച സാധനമാണ്, ഇപ്പൊ കാണുന്നില്ല, ഞാൻ ആ ഫയൽ രാവിലെ നോക്കിയൊന്നുമില്ല, ആ ഫയൽ അങ്ങനെ തന്നെ എടുത്തോണ്ട് ഓഫീസിലേക്ക് പോയത്, ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടതാണോ, പോകുന്ന വഴിക്ക് നഷ്ടപ്പെട്ടോ, ഓഫീസ് നഷ്ടപ്പെട്ടാണോ എനിക്ക് മനസ്സിലാവുന്നില്ല പറയുമ്പോ പോലീസ് പറയണ്ട, അങ്ങനത്തെ ഒരു പേപ്പർ നഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മീനാക്ഷിക്ക് തന്നെയാണ്, അത്ര ഇമ്പോർട്ടന്റ് പേപ്പർ ആയതുകൊണ്ട് മീനാക്ഷി സൂക്ഷിച്ചു വെക്കുമെന്ന് ഉറപ്പില്ലേ മേഡം മീനാക്ഷിയുടെ കൈ തന്നത്. അപ്പം മീനാക്ഷിക്ക് തന്നെയാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്നൊക്കെ പറയാണ്. മീനാക്ഷി എങ്കിൽ കരക്കാട്ടോ, ദേവിക്കാണെങ്കിൽ
ദേവിയും ബാലനാണെങ്കിൽ ആകെ വെപ്രാളപ്പെടുവാട്ടോ. അപ്പൊ ഇവിടെ വെപ്രാളം കാണുമ്പോഴേക്കും പോലീസ് ഇങ്ങനെ ദേവിയോട് ചോദിക്കേണ്ട, അല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പൊ പേപ്പർ കണ്ടെന്ന് ചിലപ്പോ നിങ്ങളുടെ തെറ്റല്ലായിരിക്കും. സാധാരണ ഒരു പേപ്പർ കാണുമ്പോൾ നമ്മുടെ വീട്ടില് പേപ്പർ നോട്ടീസോ കാണുമ്പോൾ നമ്മൾ ചിലപ്പോ അടിച്ചു വാരണ കൂട്ടത്തിൽ അങ്ങനെ കളയുമല്ലോ. ആ ഇതിലെങ്ങാനും പെട്ടുപോയായിരുന്നോ എന്നിങ്ങനെ ദേവിയുടെ ഇങ്ങനെ ചോദിക്കണ്ട. അപ്പൊ ഇല്ല, അങ്ങനത്തെ പേപ്പർ ഞങ്ങൾ ആരെങ്കിലും കളയോ? ഒരിക്കലും കളയില്ല. ആ പേപ്പർ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പൊട്ടിയൊന്നും അല്ലല്ലോ ഞങ്ങള് എന്നൊക്കെ പറയാണ്. ദേവിയുടെ പെട്ടെന്നൊരു കള്ളം പറച്ചിലൊക്കെ കേൾക്കുമ്പോ ബാലൻ വരെ ഞെട്ടിപ്പോട്ടെ, ഈശ്വര കൂടി ഇങ്ങനെ പെട്ടെന്ന് കള്ളം പറയേണ്ടത് എങ്ങനെയാണെന്ന്. കാരണം ബാലൻ ആ ഒരു ചെറിയൊരു, അതായത് ആ പേപ്പർ കീറിക്കളഞ്ഞ കാര്യം പോലും, അത് ചുരുട്ടിക്കൂട്ടി കളഞ്ഞ കാര്യം പോലും ബാലനെ അത് മനസ്സിലിങ്ങനെ ഇങ്ങനെ ആകെ ഇങ്ങനെ വിഷമമായിട്ടിരിക്കുകയാണ്. ആ നുണ പറയണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. ദേവി ആണെങ്കിൽ സെക്കൻഡ് ആണ് നുണ പറഞ്ഞുകൊണ്ടിരിക്കണം. അതൊക്കെ കാണുമ്പോൾ ബാലനും ചെറിയൊരു ഇത് ബുദ്ധിമുട്ടൊക്കെ തോന്നട്ടെ, ഇവളെന്താ ഇങ്ങനത്തെ രീതിയിൽ ഒക്കെ ഇങ്ങനെ അടിച്ച് ബാലനും ആകെ ഒരു ടെൻഷൻ ആവാണ്. ബാലനാണെങ്കിൽ പഠിച്ച പണി 18 നോക്കണ്ട. ഒരുപാട് പേരുടെ കയ്യും കാലൊക്കെ, അതായത് അവിടുത്തെ പാർട്ടിക്കാരുടെയും നേതാക്കന്മാരുടെയും കയ്യും കാലൊക്കെ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും മീനാക്ഷിയുടെ ജോലി കളയല്ലേ, അവള് കഷ്ടപ്പെട്ട് നേടിയ ജോലിയാണ്. ചിലപ്പോ ഫയൽ ഓഫീസിലേക്ക് കൊണ്ടുപോയപ്പോ ഓഫീസിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെങ്കിലും അത് പറയുമ്പോ അങ്ങനെയൊന്നും ഇല്ല, കളക്ടറേറ്റിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ മരുമോള് അവിടെ കളക്ടറേറ്റിൽ വന്നപ്പോ അവിടെ കയ്യിൽ പേപ്പറൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ വെച്ചിട്ട് തന്നെ നഷ്ടപ്പെട്ടത്. നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരെന്താ പഠിപ്പും വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണോ? ഒരു പേപ്പർ കണ്ടാൽ എന്താന്ന് പോലും വായിച്ചു നോക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളെ വീട്ടിലുള്ളവർക്കൊന്നും ഇല്ലേ എന്നൊക്കെ ബാലനോട് കുറ്റപ്പെടുത്താണ്. ബാലനും ആകെ വിഷമപ്പാണ്. എന്തൊക്കെ വന്നാലും ആരുടെയൊക്കെ കാലി വീണാലും കുഴപ്പമില്ല, മീനാക്ഷിയുടെ ജോലി പോവരുത്, അത് മാത്രമേ ബാലനുള്ളൂ. ബാലനെങ്കിൽ ഉറക്കവും ഇല്ല ഊണും ഇല്ലാണ്ട് ഇതിനു വേണ്ടി നടന്നുകൊണ്ടിരിക്കാട്ടോ. ആ ബാലൻ ഇങ്ങനെയൊക്കെ നടക്കുമ്പോ ഗോമതിക്ക് വല്ലാതെ സംശയം തോന്നുവാണ്. ബാലേട്ടന് ഈ പേപ്പറിനെ കുറിച്ച് എന്തോ അറിയാം, അത് ദേവിക്കും അറിയാം. ദേവിനെ തന്നെ ഒന്ന് കൊടഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ സത്യം മനസ്സിലാവും എന്ന് ഗോമതി മനസ്സിലാക്കാണ്. ദേവിയോട് ചോദിക്കണ്ട, ദേവി മോളെ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി സംസാരിക്കാണ്. സത്യം പറ, നീയോ ബാലേട്ടനോ ആരെങ്കിലും ആ പേപ്പർ കണ്ടായിരുന്നോ? ഇല്ലമ്മേ, ഞങ്ങളാരും കണ്ടില്ല. എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാനല്ലോ. അല്ല, ആ പേപ്പർ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ തൊട്ട് ബാലേട്ടൻ ആകെ ഒരു വെപ്രാളമാണ്. അതുണ്ടാവുമല്ലോ അമ്മേ, അച്ഛന് മാത്രല്ല എനിക്കും വെപ്രാളുണ്ട്, അമ്മക്കും ഇല്ല പേടിയും കാര്യങ്ങളൊക്കെ. അത്രയേ ഉള്ളൂ. അല്ല, ഞങ്ങളെ പോലെ അല്ല, നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ആയിട്ട് എന്തോ ഒരു ടെൻഷൻ പോലെ. സത്യം പറ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ സത്യം പറ, ഞാൻ മീനാക്ഷി അടുത്ത് പറയൊന്നുമില്ല. എന്തെങ്കിലും അറിയാമെങ്കിൽ സത്യം പറ ദേവി മോളെ എന്ന് പറയാണ്. ഇല്ലമ്മേ, ഒന്നുമില്ല എന്നൊക്കെ പറയാണ്. ദേവി അവിടെ നിന്ന് പോയിട്ട് നേരെ അമ്മേനെ ഫോൺ വിളിക്കുന്നുണ്ട്. അമ്മ, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ആ പേപ്പർ ഞാൻ കാണണമാണല്ലോ പോയെന്ന് ആലോചിക്കുമ്പോ എനിക്കൊരു സമാധാനം ഇല്ലെന്നൊക്കെ പറയാണ്. അപ്പൊ നമ്മുടെ ശ്രീകല പറയണ്ട, മോളെ ഒരിക്കലും നീ ഇത് കാര്യം പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ സ്ഥാനം പോയിന്ന് ആലോചിച്ചാൽ മതി. മീനാക്ഷിയുടെ സ്വഭാവം അറിയാലോ, മിത്രനെ പോലെയല്ല, ഒരിക്കലും സമ്മതിക്കില്ല. അവള് പിടിവാദം പിടിക്കുന്ന പെണ്ണാന്ന് നിനക്ക് അറിയാലോ. പ്രത്യേകിച്ച് അവളെ ജോലിനെ ബാധിക്കുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ കാര്യം പറയരുത് കേട്ടോ എന്നൊക്കെ പറയാണ്. എന്തായാലും മീനാക്ഷിയുടെ പേപ്പറിനെ ചൊല്ലിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ തന്നെയായിട്ട് ഒരു നടക്കാൻ പോണത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.